ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സി ഫോർ ക്രിയേറ്റീവ്. അപ്പോൾ ഇന്ന് നമ്മുടെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ പൈനാപ്പിൾ ചെടീൻ്റെ അടുത്തായിട്ടാണ് പോകുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മൾ കൃഷി ചെയ്യുന്ന ടൈപ്പ് പൈനാപ്പിൾ അല്ല കേട്ടോ. ഇത് പൈനാപ്പിൾ ചെടിയാണ്, അല്ലെങ്കിൽ ഇത് ബേബി പൈനാപ്പിൾ എന്നൊക്കെയാണ് ഇതിന് മെയിനിൽ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണ്ടത് ഇതിൻ്റെ ക്രൗൺ പോർഷൻ, ചെറിയ ക്രൗൺ പോർഷൻ ആണെങ്കിൽ അത് മതി. പക്ഷേ ഇതിനകത്തൊക്കെ ഇപ്പോൾ വലുതായിട്ടുണ്ട് ആ ക്രൗൺ പോർഷൻ. അതുകൊണ്ട് തന്നെ അതിനകത്തുനിന്ന് സ്ലിപ്പ് വരുന്ന ഇതാണ് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ക്രാഫ്റ്റിന് വേണ്ടി. പൈനാപ്പിളിൻ്റെ ചെറിയ സ്ലിപ്പുകളൊക്കെ എടുത്തതിന് ശേഷം അതിൻ്റെ താഴത്തായിട്ടുള്ള ലീഫൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം ഇതിന് എഗ്ഷെല്ലിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാനുള്ളതുകൊണ്ടാണേ. ഈ സ്ലിപ്പൊക്കെ നമ്മൾ 2 ദിവസത്തേക്കൊന്ന് വെള്ളത്തിൽ വെച്ച് കൊടുക്കണം. പിന്നെ തന്നെ ഞാനൊരു പഴയ പൊട്ടിപ്പോയിട്ടുള്ള ബോക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ കളറൊക്കെ പോയിരിക്കുന്നതുകൊണ്ട് തന്നെ അതിനകത്ത് ഒന്നുകൂടെ റീപെയിൻറ്റിങ് ഒക്കെ ചെയ്ത് കളറ് ആ സെയിം കളറിൽ തന്നെ ചെയ്യുന്നത്. അപ്പോൾ വൈറ്റും ഡാർക്ക് ബ്ലൂവും കൂടെ മിക്സ് ചെയ്ത് അടിച്ച് റീപെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതേ ബോക്സ് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, കാരണം ഇതിനകത്ത് മണ്ണിട്ട് നിറയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഇനി ബോക്സിനകത്ത് മണ്ണ് നിറച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടുത്തത് എഗ്ഷെല്ല് പെയിൻറ്റ് ചെയ്തെടുക്കും. എഗ്ഷെല്ലിന് ആദ്യം പെയിൻറ്റ് അടിച്ച് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ എനിക്ക് തോന്നി അതിനിപ്പോൾ സ്മൈലീസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ലൈവായിട്ടും കുറച്ച് ഭംഗിയായിട്ട് ഇരിക്കുമെന്ന് തോന്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോ എഗ്ഷെല്ലിനകത്തും പല പല സ്മൈലീസാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്കെച്ചോ അല്ലെങ്കിൽ പെർമനൻറ്റ് മാർക്കറോ വാട്ടർ കളറോ പോസ്റ്റർ കളറോ അല്ലെങ്കിൽ ജെൽ പെൻ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്പ്രെഡ് ആവാതെ ചെയ്ത് കഴിയുമ്പോൾ ഡ്രൈ ആവാൻ വെക്കണം. ഇനി നമ്മൾ എഗ്ഷെല്ലിനകത്ത് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം താഴത്തായിട്ട്. കാരണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ ചെടി വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ വേര് താഴേക്ക് ഇറങ്ങിയ ബോക്സിലെ മണ്ണിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ വെള്ളത്തിൽ വെച്ചിരുന്നത് സ്ലിപ്പൊക്കെ എടുക്കുവാണ്. അതിന് ചെറിയ ചെറിയ വേരുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് എഗ്ഷെല്ലിനകത്തേക്ക് നട്ടു കൊടുക്കാം. പിന്നെ നിങ്ങൾ എഗ്ഷെല്ല് പിടിക്കാൻ നേരത്ത് സൂക്ഷിക്കണം, കാരണം അത് സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇപ്പോൾ തന്നെ എൻ്റെ ഓൾറെഡി 2 പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ക്രാഫ്റ്റ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ പൈനാപ്പിൾ ചെടി അല്ലെങ്കിൽ തന്നെ നമുക്കിപ്പോൾ അല്ലെങ്കിൽ സർക്കുലൻ പ്ലാന്റ്സോ അല്ലെങ്കിൽ സ്പൈഡർ പ്ലാന്റ്സോ ഒക്കെ ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്.